ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഡി ആംപ്ലിഫയറാണ്. ചെറിയൊരു ആംപ്ലിഫയറാണ്, വളരെ ചെറുതാണ്. ഇത് 5 വാട്ട്സിൻ്റെ ബോർഡാണ്. ഒരു സൈഡ് 5 വാട്ട്സ്, ഒരു സൈഡ് 5 വാട്ട്സ്, അങ്ങനെയാണ് വരുന്നത്. മൊത്തം ടോട്ടൽ 10 വാട്ട്സ് വരുന്ന ഒരു ചെറിയൊരു ക്ലാസ് ഡി ബോർഡാണ്. 5 വോൾട്ട് 1 ആംപിയറിലാണ് ഈ ഒരു ബോർഡ്. കുറഞ്ഞത് 1 ആംപിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണിത്. ഈ കുഞ്ഞൻ ബോർഡ്, ഈ ബോർഡിൻ്റെ വലിപ്പം നോക്കേണ്ട കാര്യമില്ല. PAM ക്ലാസ് ഡി ആംപ്ലിഫയറാണിത്. ഈ വലിപ്പത്തിൽ കാര്യമല്ല, ഇതിൻ്റെ ഔട്ട്പുട്ടിലാണ് കാര്യം. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു ബോർഡ് നമുക്ക് തരുന്നത്. ഇത് ചെറിയൊരു ആംപ്ലിഫയറാണ്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ബാക്കിൽ ഇത് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്. അകത്ത് ഇതുപോലെ ഇവിടെ നിന്നാണ് നമുക്ക് ഇൻപുട്ട് വന്ന് ഇവിടെ ഈ ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കയറുന്നത്. ഇത് വന്നിട്ട് ഔട്ട്പുട്ട്. ഉണ്ടാക്കുന്നത് ചെറിയൊരു കാര്യമാണ്. ഇത് നിങ്ങൾ കാണിക്കുന്നത് തുടക്കം, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെ TV-യുടെ ഡിഷിൽ നിന്നുള്ള കണക്ഷൻ, TV-യുടെ ആംപ്ലിഫയർ കംപ്ലൈൻറ്റ് ആയിപ്പോയി. അപ്പോൾ ആംപ്ലിഫയർ വാങ്ങാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അവന് ഡിഷ് വെച്ചിട്ട് ആ ഡിഷിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് 2 സ്പീക്കർ വർക്ക് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് അതിനായിട്ടാണ്. ഇത് ചെറിയൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഒരു 150 രൂപ അടുപ്പിച്ച് വരും, അത്രേ ആവുള്ളൂ ഇതിന്. വയറിനെ നമുക്ക് ഇവിടുത്തെ സ്പീക്കറിൻ്റെ ഗ്രൗണ്ടായിട്ട് എടുക്കാം. ഇതിൽ മൈനസാണ് കാണിച്ചിരിക്കുന്നത്, സ്പീക്കറിൻ്റെ ഗ്രൗണ്ടായിട്ട് എടുക്കാം. അടുത്ത് ഇവിടെ നമുക്ക് ചോപ്പ് വയർ കൊടുക്കാം. ഈ ചോപ്പ് വയർ ഉദ്ദേശിക്കുന്നത് സ്പീക്കറിൻ്റെ പോസിറ്റീവാണ്. ലെഫ്റ്റ് റൈറ്റാണ് വരുന്നത്, അതിൽ പോസിറ്റീവ്, റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ പോസിറ്റീവ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് ചുവന്ന വയർ പിടിപ്പിക്കാം. അത് പിടിപ്പിക്കേണ്ടത് റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയാണ്. ഈ ചുവന്ന 2 വയറിലാണ് ലെഫ്റ്റ് റൈറ്റും. മഞ്ഞ വയർ ഇതിൻ്റെ നെഗറ്റീവാണ് സ്പീക്കറിൻ്റെ, ചുവപ്പ് വയർ പോസിറ്റീവ്. അങ്ങനെയാണ് നമുക്കിപ്പോൾ വരേണ്ടത്. അടുത്ത് വരുന്നത് ലൈറ്റ് ലെഫ്റ്റും 5 വോൾട്ടിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവാണ്. നമുക്ക് ആ വയർ കൊടുക്കാം. ഇതിൻ്റെ റൈറ്റ് ഇൻപുട്ട് നമുക്ക് ചുവന്ന വയർ വെച്ച് സോൾഡറിങ് ചെയ്യാം. അതാ കാണുന്ന ഒരു ആഷ് കളർ വയർ ഉണ്ടല്ലോ, ഈ ആഷ് കളർ വയർ നമ്മുടെ ഗ്രൗണ്ടാണ്. സ്പീക്കറിൻ്റെ ഇൻപുട്ട് ഗ്രൗണ്ടാണ് വരുന്നത്. അത് നമുക്ക് ആഷ് കളർ വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ലിങ്ക് ഇവിടെയും കൂടെ ലൂപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ലൂപ്പിങ്ങും കൂടെ ചെയ്യേണ്ടി വരും. സ്പീക്കറിൻ്റെ അതായത് ഡിഷിൻ്റെ ഔട്ട്പുട്ടും ഇതിൻ്റെ ഇൻപുട്ടും, അതിൻ്റെ റൈറ്റാണ് നമ്മൾ ഈ ചുവപ്പ് കൊടുത്തിരുന്നത്. അടുത്ത് ഇതിൻ്റെ ലെഫ്റ്റ് നമുക്ക് മഞ്ഞ കളർ വയർ വെച്ചിട്ട് നമുക്കിവിടെ സോൾഡറിങ് ചെയ്യാം. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ്, ഈ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഇവിടെ നിന്നുള്ള ലെഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. മഞ്ഞ കളർ വയർ ഇതിൻ്റെ ലെഫ്റ്റ് ചാനലിന് വേണ്ടി നമ്മൾ കൊടുത്തു, അതായത് ലെഫ്റ്റ് ഇൻപുട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിലോട്ട് എത്തിയിരിക്കുന്നു. ബാക്കി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംപ്ലിഫയർ ഓൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു DVD എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചാർജർ എനിക്ക് ആ ചേട്ടൻ തന്നായിരുന്നു, പക്ഷേ ആ ചാർജർ വളരെ മോശപ്പെട്ട ഒരു ചാർജറായതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വർക്ക് ചെയ്ത് വന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നൊരു ബാറ്ററി എടുത്തൊരു ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. കോപ്പറേറ്റുള്ള പാട്ടാണെന്ന് അറിഞ്ഞൂടെ, നോക്കാം. എന്നാൽ